ഹലോ ഫ്രണ്ട്സ്, അബീൻ സ്റ്റുഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന കഥ നിങ്ങളെല്ലാം വൈറലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പടത്തെക്കുറിച്ചാണ്. എല്ലാവരും ഇത് സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ഷെയർ ചെയ്യുന്നതായിട്ടും ഒത്തിരിയേറെ അഫ്ലൂറ്റ് പോലത്തെ ചാനലുകൾ വരെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. എന്താണ് സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാനായിട്ട് ആദ്യമേ ശ്രമിക്കട്ടെ. അത് കഴിഞ്ഞ് ഇതിന് പുറകിലെ രഹസ്യം എന്താണെന്ന് പറയാം. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങൾ ഒരെണ്ണമായിരുന്നു 1940കളുടെ കാലത്ത് നടന്നിരുന്ന റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പരീക്ഷണം. എന്തുകൊണ്ടാണ് ക്രൂരമായിട്ടെന്ന് പറയാം. അതായത് അന്ന് ലോകമഹായുദ്ധങ്ങളുടെ കാലമാണ്. എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് സൂപ്പർ പവറുകളാകാനായിട്ടാണ്. അപ്പം ചില രാജ്യങ്ങളുടെ തലയിൽ കത്തുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഈ വൈകുന്നേരം വരെ യുദ്ധം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യുദ്ധം ചെയ്ത് ക്ഷീണിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മുറിവേൽക്കുമ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവധി കൊടുക്കേണ്ടി വരുന്നു. അപ്പം അതിന് പകരം ഓരോ പടയാളിക്കും ഉറക്കം വരാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്നെങ്കിൽ, ഉറക്കം വരാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റൂൺ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് യുദ്ധം ജയിച്ചുകൂടാ? അങ്ങനെ ഒരു പവർ കയ്യിലുള്ള ഈ രാജ്യം യുദ്ധം ജയിച്ചു. അങ്ങനെ സൂപ്പർ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വരുന്നത്. എങ്ങനെ ഉറക്കം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായേക്കാം, അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല. എന്നാണ്ടും ഇതുപോലത്തെ എല്ലാ എക്സ്പെരിമെൻറ്റുകളുടെയും പ്രധാന ഇരകളാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തടവുകാരാണ്. യുദ്ധ തടവുകാരായിട്ടുള്ളവരും അല്ലാതെ വലിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട തടവുകാരുണ്ട്. ഇവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോചനം തരുന്നതായിരിക്കും. അപ്പം ആ ഒരു അന്നത്തെ പ്ലാൻ അനുസരിച്ച് 3 മാസമാണെന്ന് തോന്നുന്നു. 3 മാസം അടച്ചിടപ്പെടുന്നു. പക്ഷേ 5 ദിവസം വരെ നിങ്ങൾ ഓരോ 5 ദിവസം കൂടി റിവ്യൂ ഇട്ടിക്കും ഇവരുടെ സ്റ്റേറ്റസ് എന്തുവാണെന്നുള്ളത്. എനിവേ, പരീക്ഷണത്തിനായിട്ട് ഇവർ ശ്രമിച്ചിരിക്കുന്നത് ഒരു 5 തടവുകാരെ ഇവർ ഈ പരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തു. പരീക്ഷണം വിജയകരമായിട്ട് കഴിഞ്ഞാൽ 5 പേരെയും വിട്ടയക്കാനുള്ള വാഗ്ദാനം കൊടുത്തു. അതിനായിട്ട് ജനാലകളൊന്നും ഇല്ലാത്ത അടച്ചുറപ്പുള്ള ഭൂഗർഭ അറയായിട്ടുള്ള, അതായത് നമുക്ക് പുറത്തോട്ടുള്ള ഇത് ഇൻട്രാക്ഷൻ പാടില്ല, ആക്സസ് പാടില്ല. അപ്പം ഭൂഗർഭ അറയായിട്ടുള്ള ജനാലകളൊന്നുമില്ല, വെളിയിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി മാർഗ്ഗമൊന്നുമില്ല. അവർക്ക് ഇഷ്ടംപോലെ ബുക്കുകളും ഫുഡും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഭൂമിക്ക് അടിയിലുള്ള അറയ്ക്കകത്ത് അവൈലബിൾ ആണ്. ഇവർ 5 പേരെ അടച്ചിട്ടിരിക്കുന്നു. ഇവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു വാതകം ഇടയ്ക്കിടയ്ക്ക് ഈ ഭൂമിക്ക് അടിയിലേക്ക് ഈ അറയ്ക്കകത്തോട് പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറങ്ങാൻ കഴിയില്ല. 1 മാസത്തിനുള്ള സകല സാധനവും നേരം പോക്കാനുള്ള സാമഗ്രികളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസങ്ങളുടെ പ്രശ്നമൊന്നുമില്ലാതെ കടന്നുപോയി. ഇതിനുശേഷം 4ാം നാൾ തൊട്ട് സംതിങ് ഈസ് റോങ് എന്ന് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങി. അപ്പം ഇവർ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇവരെ ഇപ്പം ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നേരിട്ട് ആരും അക്സസ് ചെയ്യുന്നില്ല അങ്ങോട്ട്. ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഇവർ അട്ടഹസിച്ച് ചിരിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുന്നുണ്ട്. മുകളിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംശയം തോന്നി തുടങ്ങി. അപ്പോൾ 5ാമത്തെ ദിവസം അവർ സംശയിക്കുന്നു, കാര്യങ്ങൾ പെട്ടെന്ന് നിശബ്ദമായ പോലെ. അപ്പോൾ അവർ വാതിൽ തുറന്ന് അകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. അകത്ത് കയറി കണ്ട ആൾക്കാർ ആ ടീമിന് കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. അതായത് ഈ ബാക്കിയുള്ള 4 പേരോട് കൂടി ഇതിനകത്ത് ഒരാളെ കൊന്നു കഴിഞ്ഞു. ഒരാളെ കൊന്ന് ആ ആളെ അവരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പടത്തിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലത്തെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു രൂപമാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ മനുഷ്യരും വളരെ ഭീകര രൂപിയായിട്ട് മാറിയിരിക്കുന്നു. അവർ കയറി വരുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ ആ മാനുഷിക മുഖമോ അവരുടെ ഭാവമോ എല്ലാം മാറി ഭീബൽസമായിട്ടൊരു രൂപത്തിലൂടെ അവർ പോയിരിക്കുന്നു. ഇതാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതാണ് റഷ്യൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇവർ പറയുന്നത്. എനിവേ, ഇവരെ കയറി വന്ന ആൾക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ സൈനികർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, അവരെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ ഈ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിൽ തന്നെ, മാനവീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു പരീക്ഷണം വളരെ ദുരന്തപരവശമായിട്ട് അവസാനിച്ചു. ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരുപാടുപ്പെട്ട എല്ലാവരും ഈ കഥ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ സംഭവം കേട്ടിട്ട് വാവെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പൊടിപ്പിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചാനലുകൾ ഇതിൻ്റെ കഥ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഇങ്ങനൊരു സംഭവം ഇല്ല. ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഓൺലൈൻ എഴുത്തുകാർക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് വേണ്ടി, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ എടുത്ത് പറയുന്നത്. അവരുടെ കഥകൾ പരസ്യപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് ഹൊറർ കഥകൾ പരസ്യപ്പെടുത്തുന്ന ക്രീപ്പി പാസ്ത എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനകത്ത്, അതൊരു ഓൺലൈൻ ഒരു വെബ്സൈറ്റാണ്, ഓൺലൈൻ സ്റ്റോറി പ്ലാറ്റ്ഫോമാണ്. സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, സ്റ്റോറി പോസ്റ്റിംഗ് ഉണ്ട്. ഈ ക്രീപ്പി പാസ്ത എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിൽ വന്ന സാങ്കല്പിക കഥയാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ്. കഥ വായിച്ച് ഇഷ്ടപ്പെട്ട ചിലർ ഇത് ഫേസ്ബുക്കിലും മറ്റും പങ്കുവെച്ചു. സ്വാഭാവികമായിട്ട് സാധനം വൈറലായി. കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം അത്ഭുതം തോന്നും. നമ്മൾ ഒരിടത്തുനിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ഇങ്ങനെ ഒരു 0.5% വെട്ടി പോകുമല്ലോ. അങ്ങനെ വെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കഥയാണെന്നുള്ള സംഭവം വിട്ടു. ആൾക്കാരെല്ലാം ഇത് യഥാർത്ഥ റിയലായിട്ടുള്ള സംഭവമാണെന്ന് വിശ്വസിച്ച് തുടങ്ങി. ആരൊക്കെയോ ഇതിനുവേണ്ടി കുറച്ച് ഫോട്ടോസ് ഉണ്ടാക്കി. ആ ഫോട്ടോസ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കയറിപ്പോയി. അങ്ങനെ ഇത് ഒരു വലിയ വൈറൽ പോസ്റ്റായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇൻ്റർനെറ്റ് മുഴുവൻ പരന്ന് നടക്കുന്ന ഒരു കഥയാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലേ? അതോടെ ആലോചിക്കണം. ഇല്ലേ? റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് ഇല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നാസികൾ ഇതേ സാധനം, നാസി
തടവറകളുടെ ഏറ്റവും വലിയ, അതായത് അവരുടെ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ന്യൂറംബർഗ് ട്രയൽസ് എന്ന് പറയും. ന്യൂറംബർഗ് ട്രയൽസ് എന്ന് പറയുന്ന കോടതി വിചാരണകൾക്കകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു ഇവർ മരുന്നുകൾ പരീക്ഷിച്ച തടവുകാരെ കുറിച്ച്. ഒത്തിരിയേറെ തരത്തിലുള്ള ഹ്യൂമൻ പരീക്ഷണങ്ങൾ ഇവർ ആൾക്കാരെ പരസ്പരം തുന്നുകയും കുടൽമാല ഇത് ചെയ്യുകയും ഒത്തിരി നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്ത ടൈപ്പുള്ള പരീക്ഷണങ്ങൾ നാസി തടവറകൾക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു പരീക്ഷണമായിരുന്നു, അത്ര സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്, സോതോമൊക്കെ പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ഞാൻ പറയുന്നുള്ളത്. എന്താണ് എത്ര വൈചിത്ര്യമാണ്, എത്ര വികൃതമായിട്ടുള്ള, എത്ര സാധാരണ മനുഷ്യരോട് ചിന്തിക്കാൻ വയ്യാത്ത ടൈപ്പിലുള്ള പരീക്ഷണങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സംഭവം, അതായത് സൈനികരുടെയും പൈലറ്റുമാരുടെയും സഹനശേഷി എവിടം വരെ പോകും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പരീക്ഷണങ്ങൾ ഒരെണ്ണമായിരുന്നു ഈ ഉറക്ക പരീക്ഷണം. ചിലർ വിശ്വസിക്കുന്നത് ഈ സൂപ്പർ സൈനികരെ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറഞ്ഞ മുകളിലുള്ള തലവന്മാർ, നാസി തലവന്മാർ ഇങ്ങനൊരു പരീക്ഷണത്തിന് അനുവാദം കൊടുത്തതോടെ ചിന്തിക്കുന്നുണ്ട്. എനിവേ, ആസ് യൂഷ്വൽ തടങ്കൽ പാളയങ്ങളിലുണ്ടായിരുന്ന തടവുകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഇരയായത്. ഇതിൽ തന്നെ ജൂതന്മാരും സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ളവരുമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ തടവരായിരുന്നു കൂടുതലായിട്ടും പിടിക്കപ്പെട്ടത്. ഇതിന് എണ്ണമൊന്നുമില്ല, അതിനൊരു കണക്കുമില്ല എത്ര പേരെന്ന് പറയും. ഒരു തടവറയ്ക്കകത്തുണ്ടായിരുന്ന ഒരു വലിയ ഭൂരിഭാഗം ഒരു ഗ്രൂപ്പ്, സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് അവരെ തിരഞ്ഞെടുത്തിട്ട് അവർ ദിവസങ്ങളോളം ദിവസങ്ങളോ ഉറങ്ങാതിരിക്കുന്ന ലെവലിൽ പല രീതിയിലുള്ള ടോർച്ചറിങ് ആയിരുന്നു. അതായത് ചുമ്മാ ഇരുന്ന് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ടോർച്ചറിങ് ആയിരുന്നു. മെത്തമെറ്റഫിൻ, പിന്നെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, ഇലക്ട്രിക് ഷോക്ക്, പിന്നെ ചില ആൾക്കാരെ ഐസിനകത്ത് പൊക്കിയെടുക്കുക, ഇതുപോലത്തെ ടൈപ്പിലുള്ള പീഡനങ്ങൾ കൊണ്ട് ഉറക്കമില്ലാതെ എത്ര നാൾ ഇവർ ഉറങ്ങി മരിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, അവർ മരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്, മരിച്ചോട്ടെ, എപ്പോൾ മരിക്കും എന്നായിരുന്നു ഈ പരീക്ഷണം. മറ്റേ പരീക്ഷണം പോലല്ല, അതിന് അവർക്ക് വിജയകരമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും വേണ്ട, അവർക്ക് എവിടം വരെ ഈ സഹനശേഷി പോകും എന്ന് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ, അതായത് 15 ദിവസം വരെ ഉറക്കമില്ലായ്മ കാരണം ഉറക്കമില്ലാതെ ഇങ്ങനെ പിടിച്ച് വെച്ച് മരിച്ചുപോയ ആൾക്കാരുണ്ട്, ഭ്രാന്ത് പിടിച്ചു പോയവരുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മെമ്മറിയും ചലനശേഷിയും മൊത്തം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേയേറെ ആൾക്കാരുടെ ഹിസ്റ്ററി പറയുന്നുണ്ട് ഇതിനകത്ത്. കൂടുതൽ അറിയേണ്ട ആൾക്കാർ ന്യൂറംബർഗ് ട്രയൽസ് എന്നുള്ള സംഭവം സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഇവരുടെ ടോർച്ചറിങ് മെത്തേഡുകൾക്കകത്തെ എക്സ്പെരിമെൻറ്റുകളെ കുറിച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ ഒരു മെത്തേഡ് അവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ സംഭവം ജപ്പാനിലെ 731 യൂണിറ്റ് 731 എന്ന് പറഞ്ഞ സംഭവം ഇതുപോലെ തന്നെ ഇരുണ്ട കാലഘട്ടമാണ്. അതിനകത്ത് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നടന്നായിട്ട് കേട്ടിട്ടുണ്ട്. CIA സംഭവത്തിനകത്തും MK അൾട്ര എന്ന് പറയുന്ന സംഭവം, അവരും ഇതേ പരീക്ഷണങ്ങൾ, ഇതെല്ലാം ഉറക്കമില്ലായ്മയ്ക്ക് വേണ്ടിയല്ല അവർ ശ്രമിച്ചത്, എന്തും മാത്രം മനുഷ്യന് സഹിച്ച് നീക്കാൻ പറ്റും, വേദന സഹിക്കുന്നത് എങ്ങനെ, എത്ര വരെ പറ്റും എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടോളറൻസ് ടെസ്റ്റ് ആയിരുന്നത്. ഇത്തരം സാധനങ്ങൾ ഒറിജിനലി ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം വെറും ഫേക്കാണ്, അങ്ങനൊരു കഥയില്ല. പക്ഷേ ബാക്കിയുള്ള പലതും ലോകത്തിൽ നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ വിചിത്രമായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് വളരെ വിഷമത്തോടെ പറയുന്നു. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചതേ ഉള്ളൂ. കൂടുതൽ അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കഥകൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, കമൻറ്റുകൾ കത്തിടുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഈ കഥകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.